ഗൈസ്, നമ്മളിന്ന് പോകുന്നത് അട്ടപ്പാടിയിലോട്ടാണ് കേട്ടോ. അട്ടപ്പാടി ഒന്ന് പോവുക, സൈലന്റ് വാലിയിൽ ഒന്ന് പോവുക, പറ്റുകയാണെങ്കിൽ നെഞ്ചിയമ്മേനെ ഒന്ന് കാണുക. ഇതാണ് ഇന്നത്തെ പ്ലാൻ. വണ്ടി കയറിയത് മോള് നല്ല ഹാപ്പി ആയിട്ട് ഇരുന്ന് പാട്ടൊക്കെ പാടാനും ചിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ചിരിയൊന്നും ആരും നോക്കണ്ട. കുറച്ച് കഴിയുമ്പോൾ ഇവളുടെ സ്വഭാവം എടുക്കാനായിട്ട് തുടങ്ങും. പിന്നെ നമുക്ക് വരണ്ടിരുന്നില്ല, ഒന്ന് വണ്ടി നിർത്തി ഓടിയാൽ മതി എന്ന് തോന്നും. അതാണ് ഇവളുടെ അവസ്ഥ. മോമിന് അങ്ങനെയല്ല, എവിടെ പോവുകയാണെങ്കിലും ആള് മുമ്പിലുണ്ടാവും. ആളെയും കൊണ്ട് ഈ പറഞ്ഞ പോലത്തെ ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ ഞങ്ങൾ ചുരം കയറാനായിട്ട് തുടങ്ങിയിട്ടോ. ഇതാണ് അട്ടപ്പാടിയിലോട്ടുള്ള ചുരം. ശരിക്കും ഒരു മിനി വയനാട് ചുരമാണ്. നമ്മുടെ വയനാട് ചുരത്തിൻ്റെ അത്രയൊന്നുമില്ല. എങ്കിലും ഇവിടെയുള്ള ആൾക്കാർക്ക് ഈ ചുരവും ഈ അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്കും ഇഷ്ടമാണ്, എങ്കിലും നമുക്ക് വലിയൊരു ഫീൽ കിട്ടാത്ത നമ്മൾ ഈ വയനാട്ടിൽ നിന്ന് വരുന്നതുകൊണ്ടായിരിക്കാം. അങ്ങനെ നമ്മൾ ഏകദേശം ഈ ചുരം കയറി കഴിഞ്ഞു കേട്ടോ. ഇതാണ് ഇതിൻ്റെ ടോപ്പിലെ വ്യൂ. ഇത് ശരിക്കും അടിപൊളിയാണ് കേട്ടോ. നല്ല രസമുണ്ട് ഈ വ്യൂ പോയിന്റ് കാണാനായിട്ട്. ഞങ്ങൾ അവിടെ കുറച്ച് നേരം നടക്കുകയും കുട്ടികളൊക്കെ കളിക്കുകയൊക്കെ ചെയ്ത് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഇതിന് ശേഷം നെക്സ്റ്റ് ഒരു പ്ലാനും കൂടി ഉണ്ട്. പ്ലാൻ എന്ന് പറഞ്ഞത് ഭവാനിപ്പുഴയാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് അതിനെക്കുറിച്ച് കേട്ടത്. ഈ മലയുടെ മുകളിൽ ഒരു പുഴയുണ്ടെന്ന്. ശരിക്കും നല്ല അടിപൊളിയായിട്ടുള്ളൊരു പുഴ കേട്ടോ. പിന്നെ ഇവിടെയുള്ളവർക്ക് വിശ്വാസം കൂടി ഉണ്ട്, ഈ പുഴയെ കുളിച്ചാൽ അസുഖങ്ങളൊക്കെ മാറും അത്രേ. ഞങ്ങളും അവിടെ കുളിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്ത് കുറേ ടൈം അവിടെ തന്നെ പോയി. ഞങ്ങളുടെ നല്ല തണുപ്പുള്ള ടൈമിലാണ് ഞങ്ങൾ പോയത്. തണുത്ത് വരച്ചാണ് ഞങ്ങൾ ആ പുഴയിൽ നിന്ന് കയറിയത്. അപ്പോൾ അതാ ഒരു ചായക്കട, നല്ല ഓല മെയിനൊരു ചായക്കട. ഇവിടെ ആകെ ഈ ഒരു സ്പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ചായക്കടയിലാണെങ്കിൽ സ്പെഷ്യൽ എന്ന് പറയുന്നത് കാടമുട്ടയും താറാവുമുട്ടയും ചായയും. ഇതാണ് ഇവരുടെ സ്പെഷ്യൽ ഐറ്റം. തണുത്ത് വരച്ച് വരുമ്പോൾ ഇവിടുന്ന് ആ ചൂട് ചായയും നല്ല താറാവുമുട്ടയും കഴിച്ച് അടിപൊളിയാണ്. പിന്നെ മുട്ടയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ തന്നെ തൊലിച്ച് നമ്മൾ തന്നെ കട്ട് ചെയ്ത് ഇവർ ആ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത് അതിലേക്ക് കൂട്ടി നമ്മൾ കഴിക്കുക. അതാണ് ഇവിടുത്തെ ട്രെൻഡ്. പിന്നെ ഞങ്ങളെല്ലാവരും മുട്ടയൊക്കെ കഴിച്ച് നേരെ നെഞ്ചിയമ്മനെ കാണാനായിട്ട് പോയി. അവിടെ ചോദിച്ചപ്പോഴും പറഞ്ഞത് നെഞ്ചിയമ്മ ആളിപ്പോൾ നല്ല ബിസിയാണ്, കാണാൻ പറ്റുമോ അറിയില്ല എന്നാണ്. എന്തായാലും വേണ്ട, ഒന്ന് പോയി നോക്കാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ പോയി. പക്ഷെ ഞങ്ങളുടെ ഭാഗ്യത്തിന് ആളെ കാണാൻ പറ്റി. ആളന്ന് അപ്പം എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ തിരുവനന്തപുരത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട്. നെഞ്ചിയമ്മയ്ക്ക് കുട്ടികളെന്ന് വെച്ചാൽ വലിയ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുട്ടികൾ പറഞ്ഞതുകൊണ്ട് നമ്മൾ പാട്ടൊക്കെ ഞങ്ങൾക്ക് പാടിത്തന്ന് കുറേ നേരം ഞങ്ങൾ നെഞ്ചിയമ്മൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. ആൾ ഓരോ ദിവസവും ഇപ്പോൾ ഓരോ സ്ഥലത്ത് പ്രോഗ്രാമായിട്ട് നടക്കുകയാണ്. അതുകൊണ്ട് കണ്ടു കിട്ടൽ കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. പിന്നെ ഭാരത്തിനൊന്ന് കാണാനും പാട്ട് കേൾക്കാനൊക്കെ പറ്റി. എന്ത് രസത്തിലാണ് നെഞ്ചിയമ്മ പാട്ട് പാടുന്നത്. ശരിക്കും അടിപൊളിയാണ്. പിന്നെ കുറച്ച് സെൽഫീസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോകാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.